Hello students. In this video, we will be discussing about the tools of fundamental analysis. All the tools are not included in this video. We will be discussing about 3 tools only. So, you know what is fundamental analysis? It's a part of equity analysis, or it's a way of conducting equity analysis, and in which we analyze the fundamentals related with the company in order to understand the future value of the shares. So, one is earning per share. Earning per share is a portion of profit which is allocated to each share of a company. ലാഭത്തിൻ്റെ ഒരു വിഹിതം എത്രയാണ് ഓരോ ഷെയറിനും ലാഭത്തിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ഏർണിംഗ് പെർ ഷെയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then it's calculated by dividing the total profits of the company by the number of outstanding shares. ഇതാണ് ബേസിക് കാൽക്കുലേഷൻ. പക്ഷേ ഇതിൻ്റെ വെയ്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ആണ് ഇസ് കൺസിഡേർഡ് ആസ് ഇഫക്റ്റീവ് ഓർ ഗുഡ്. അപ്പോൾ അതിൻ്റെ ഫോർമുലയും കൂടെ നമുക്ക് നോക്കാം. ഹയർ ഏർണിംഗ് പെർ ഷെയർ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രോഫിറ്റബിലിറ്റി. കൂടുതൽ ഏർണിംഗ് പെർ ഷെയർ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ് എന്നാണ്. ദെൻ ഇതിന് ഞാൻ പറഞ്ഞല്ലോ വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു. ആ വെയ്റ്റഡ് മെത്തേഡിൽ ഇപ്പോൾ യൂഷ്വലി ഏർണിംഗ് പെർ ഷെയർ വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കണ്ടാൽ മതി. അതിൻ്റെ വെയ്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നതിനകത്ത് അത് കാണാനുള്ള ഫോർമുല ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി മോർ ആക്യുറേറ്റ്. കാണാനുള്ള ഫോർമുല നെറ്റ് ഇൻകം മൈനസ് ഡിവിഡൻസ് ഓൺ പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ആവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. എന്തൊക്കെയാണ്? നെറ്റ് ഇൻകത്തിൽ നിന്നും ഡിവിഡൻഡ് കുറച്ച് ആ ടോട്ടലിനെ ആവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഏർണിംഗ് പെർ ഷെയർ. ഇനി ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ട്രെയിലിംഗ് ഏർണിംഗ് പെർ ഷെയർ. ട്രെയിലിംഗ് EPS എന്ന് പറയുന്നത് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ഫിസിക്കൽ ഇയർ ഓഫ് ദ കമ്പനി, അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ ആണ്. EPS ഓഫ് ദ റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ഫിസിക്കൽ ഇയർ ഓഫ് ദ കമ്പനി, അതായത് ആക്ച്വൽ EPS. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം 1920 ഇപ്പം മാർച്ചിലാണല്ലോ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുക, എൻഡ് ചെയ്യുക. 1920 ആണ് 20ലുള്ള ഏർണിംഗ് പെർ ഷെയർ ആണ് ട്രെയിലിംഗ് EPS എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കറണ്ട് EPS. ഈ കറണ്ട് EPS പറഞ്ഞാൽ EPS ഓഫ് ദിസ് ഫിസിക്കൽ ഇയർ വിച്ച് ഇസ് പ്രൊജക്റ്റഡ് EPS. അപ്പോൾ ഈ വർഷത്തെ EPS എന്താണ്? അതായത് 2021 ആണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റിൽ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ വർഷം എന്ന് പറയുന്നത് 2021 ആണ്. ആ 2021ലുള്ള ഏർണിംഗ് പെർ ഷെയറിനെയാണ് നമ്മൾ കറണ്ട് EPS എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊജക്റ്റഡ് ഫിഗർ. ബാക്കിയുള്ള മന്ത്സിൽ എന്താ ഉണ്ടാവുക നമുക്കറിയില്ല. അപ്പോൾ ഇറ്റ്സ് എ പ്രൊജക്റ്റഡ് ഫിഗർ. ആൻഡ് വി ഹാവ് എ ഫോർവേഡ് EPS വിച്ച് ഈസ് ഒബ്വിയസ്ലി അടുത്ത വർഷം നമുക്ക് എത്രയായിരിക്കും ഏർണിംഗ് പെർ ഷെയർ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ഓൾസോ പ്രൊജക്റ്റഡ്. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ഏർണിംഗ് പെർ ഷെയർ ഉണ്ട്: ട്രെയിലിംഗ്, കറണ്ട് ആൻഡ് ഫോർവേഡ്. ഇത്രയാണ് നമുക്ക് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് ടൂൾസിനെ പറ്റി പറയാനുള്ളത്. ദെൻ വി ഹാവ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. അപ്പോൾ ഇതും വേണമെങ്കിൽ അപ്പോൾ ഈ EPSും പ്രൈസ് ടു ഏർണിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തെ ആസ് എ ടൂൾ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഷെയറിൻ്റെ പ്രൈസിനെ നമ്മൾ മനസ്സിലാക്കുന്നതും കമ്പയർ ചെയ്യുന്നതും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ഒരേ തരത്തിലുള്ള കമ്പനീസിൽ വേണം നമ്മൾ ഏർണിംഗ് പെർ ഷെയർ ഒക്കെ വെച്ചിട്ട് നോക്കാൻ. അതേപോലെ തന്നെയാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ പറയുന്നത് എന്താണ്? ഇറ്റ്സ് PE റേഷ്യോ എന്നാണ് അതിനെ ഷോർട്ടായിട്ട് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് the quantum of money the investor is willing to pay or invest for the earnings in the company. ഒരു കമ്പനിയിലുള്ള ഏർണിങ്സിലേക്ക് അതായത് ബേസിക്കലി ഒരു കമ്പനിയിൽ എത്ര തുകയാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അതിനെ ആ റേഷ്യോനെയാണ് ഫോർ ഈച്ച് ഏർണിങ്സ്, ഫോർ ഈച്ച് റിട്ടേൺ ഹൗ മച്ച് ഈസ് റെഡി ടു പേ എന്ന് പറയുന്നതിനെയാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാണാനുള്ള ഫോർമുല മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഒരു പെർട്ടിക്കുലർ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത്
അതിൻ്റെ മുകളിൽ നിന്ന് എത്ര കിട്ടും, EPS എത്രയാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ. അപ്പോൾ ഈ ടൂൾസ് ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇത് എല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു അനലിസ്റ്റിന് നമുക്ക് കൃത്യമായിട്ട് അനാലിസിസ് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഇതിനകത്തും PE റേഷ്യോയിനകത്തും നമുക്ക് 2 ടൈപ്പ് ഓഫ് PE റേഷ്യോ ഉണ്ട്. വൺ ഈസ് ട്രെയിലിംഗ് PE റേഷ്യോ, ദാറ്റ് ഈസ് കറന്റ് ഷെയർ പ്രൈസ് ബൈ EPS ഓഫ് ലാസ്റ്റ് 12 months. ആ EPS എടുക്കുന്നതിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ PE റേഷ്യോ കാണാൻ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ബൈ EPS ആണ്. EPS കഴിഞ്ഞ പാസ്റ്റ് 12 monthsൻ്റെ ആണ്, കഴിഞ്ഞ വർഷത്തെയാണ് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ട്രെയിലിംഗ് PE എന്ന് പറയും. പിന്നെ ഫോർവേഡ് PE റേഷ്യോ ഉണ്ട്, കറന്റ് ഷെയർ പ്രൈസ് ബൈ EPS ഓഫ് ദ നെക്സ്റ്റ് 12 months. അടുത്ത 12 months എടുക്കുകയാണെങ്കിൽ അത് ഫോർവേഡ് PE റേഷ്യോ ആണ്. Then a decrease in earnings is expected if forward PE is higher than the current PE and vice versa. അതായത് ഫോർവേഡ് PE ആണ് കൂടുതൽ, കറണ്ട് PEനേക്കാളും ഫോർവേഡ് PE ആണ് കൂടുതലെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കണം there is going to be a decrease in earnings. നേരെ തിരിച്ച് if the forward PE is lower than current PE, നമ്മൾ കറണ്ട് PEനേക്കാൾ ലോവർ ആണ് ഫോർവേഡ് PE എങ്കിൽ അവിടെ യു ക്യാൻ എക്സ്പെക്ട് ആൻ ഇൻക്രീസ് ഇൻ ഏർണിങ്സ്. അതുകൊണ്ടാണ് അതിനെ വൈസി വേഴ്സ എന്ന് പറഞ്ഞത്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ദെൻ suitable PE ratio depends on the willingness of the investor to pay for the earnings of the company. ഇപ്പോൾ ഇത് PE റേഷ്യോനെ ഒരു അനാലിസിസ് ടൂളാക്കി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു റൈറ്റ് PE എന്ന് പറയുന്നൊരു സാധനമില്ല. എന്താണ് ശരിയായിട്ടുള്ള PE റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻവെസ്റ്റർ. അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ശരിയായിട്ടുള്ള PE റേഷ്യോ ആണ് എന്ന് തോന്നുന്ന ഒരു വാല്യൂ മേ നോട്ട് ബി ദാറ്റ് ഫോർ അനദർ ഇൻവെസ്റ്റർ. അപ്പോൾ ഒരാൾക്കത് കേൾക്കുമ്പോൾ അയ്യോ അത് എബ്സേർഡാന്ന് തോന്നും, ഒരാൾക്ക് കേൾക്കുമ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻവെസ്റ്റർ. അയാൾ എത്രത്തോളം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും the willingness of the investor to pay for the earnings of the company. ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിന് എത്ര ഇയാൾ ഇടാൻ തയ്യാറാണ് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. മേ നോട്ട് ബി സെയിം ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റർ. ഇത്രയാണ് നമുക്ക് PE റേഷ്യോനെ കുറിച്ച് പറയാനുള്ള. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എങ്ങനെയാണ് കാണുക? മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ ആണ്. അതിലും 2 തരമുണ്ട്, ട്രെയിലിംഗ് PE റേഷ്യോയും ഫോർവേഡ് PE റേഷ്യോ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏർണിങ്സ് കൂടുകയാണോ കുറയുകയാണോ എന്നൊക്കെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇസ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ റേഷ്യോ വിച്ച് ഇസ് യൂസ് ടു കമ്പയർ ദ കമ്പനീസ് കറന്റ് മാർക്കറ്റ് ഷെയർ ടു ഇറ്റ്സ് ബുക്ക് വാല്യൂ. കറന്റ് മാർക്കറ്റ് ഷെയറും അതിൻ്റെ ഒറിജിനൽ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അസറ്റ്സ് ഒക്കെ ലിക്വിഡേറ്റ് ചെയ്ത് ലയബിലിറ്റീസ് ഒക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മെച്ചം? ആ മെച്ചമുള്ളതാണല്ലോ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് പോകുന്നത്. അതാണ് ഈ പ്രൈസ് ടു ബുക്ക് റേഷ്യോ കണ്ടെത്തുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് വിൽ ബി ലെഫ്റ്റ് വിത്ത് ദ കമ്പനി വെൻ ഇറ്റ് ലിക്വിഡേറ്റ്സ് ഓൾ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് റീപേസ് ലയബിലിറ്റീസ്. ദെൻ ഇത് കാണാനുള്ള ഫോർമുല സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ ആണ്. ഓരോ ഷെയറിനുള്ള ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. സ്റ്റോക്ക് പ്രൈസ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ കണ്ടാൽ യു ക്യാൻ ഗെറ്റ് ദ PB റേഷ്യോ. PB റേഷ്യോനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാം. PE റേഷ്യോ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. PB റേഷ്യോ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ PB റേഷ്യോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സ്റ്റോക്ക് ഇസ് അണ്ടർ വാല്യൂഡ്. ഒരു കമ്പനിയുടെ PB റേഷ്യോ നിങ്ങൾ കണ്ടിട്ട് അത് 1ൽ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്നർത്ഥം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാം. വൈൽ ദ PB റേഷ്യോ ഓഫ് എ കമ്പനി ഈസ് മോർ ദാൻ 1 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റോക്ക് ഇസ് ഓവർ വാല്യൂഡ്. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെയുള്ള ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ PB റേഷ്യോ ഇൻഡിക്കേറ്റ്സ് more than 1 indicates that the stocks are overvalued and less than 1 indicates that the stocks are undervalued. ഇങ്ങനെയാണ് PB റേഷ്യോനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത് ഒന്നിനു കൂടി സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ചെക്ക് വെദർ ദ കമ്പനീസ് അസെറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് സ്റ്റോക്ക്.
ഇതിന് സഹായിക്കുന്ന ഒരു സാധനമാണ്. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കമ്പനീസ് ഹാവിങ് മോർ ലിക്വിഡ് അസറ്റ്സ്. ഇപ്പോൾ ബാങ്കിങ്ങോ ഫിനാൻസോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ പോലെയുള്ള കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, അതായത് വേദ കമ്പനീസ് ആർ ഡീലിംഗ് വിത്ത് മോർ ലിക്വിഡ് അസറ്റ്സ് ഡീൽ ചെയ്യുന്ന കമ്പനീസിനാണ് ഇത് യൂസ്ഫുൾ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ കമ്പനീസ് വിച്ച് ഹാവ് മോർ ഫിക്സഡ് അസറ്റ്സ് ഓർ വിച്ച് സ്പെൻഡ് മോർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതൊന്നും കാണാണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ PB റേഷ്യോ സ്യൂട്ടബിൾ അല്ല. PB റേഷ്യോ സ്യൂട്ടബിൾ ഫോർ, അപ്പോൾ ലിക്വിഡായിട്ടുള്ള കമ്പനീസിൻ്റെ ഒരു PB റേഷ്യോ എടുത്ത് വേറെ ഒന്ന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ അത് അബ്സേർഡാണ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആർക്കാണ്? ലിക്വിഡ് അസറ്റ്സ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള കമ്പനീസിനാണ് PB റേഷ്യോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഹോപ്പ് ദ 3 ടൂൾസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ് ആർ ക്ലിയർ. EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കണ്ടാൽ ഓരോ പെർ ഷെയറിന് നമുക്ക് എത്ര ഏർണിങ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണെങ്കിൽ യു ക്യാൻ മേക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. മറ്റേ PE റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻവെസ്റ്റേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഒരു ഇൻവെസ്റ്റർ ആ കമ്പനിയിലെ ഏർണിങ്സിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ PEനെ ഡിറ്റർമിൻ ചെയ്യുക. പക്ഷേ ഫോർവേഡ് PE ആണ് കൂടുതലെങ്കിൽ, കറണ്ട് PEനേക്കാളും കൂടുതൽ ഫോർവേഡ് PE ആണെങ്കിൽ നമ്മളതിന് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഏർണിങ്സ് കൂടുന്നോ കുറയുന്നോ ഒക്കെ നമുക്ക് ആ ഫോർവേഡിൻ്റെയും കറണ്ടിൻ്റെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. PB റേഷ്യോനകത്ത് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ അണ്ടർ വാല്യൂഡ് ആണെന്നും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓവർ വാല്യൂഡ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.